അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണല്ലേ, ഇന്നത്തെ വീഡിയോ ഹോം ടൂർ ആയാലോ. നമുക്ക് ഹോം ടൂറിലോട്ട് പോകാം. വീട്ടിൻ്റെ അകത്തുനിന്ന് പുറത്തോട്ട് നോക്കുമ്പോൾ ഉള്ള വ്യൂ ഇതാണ്. നല്ല മഴയാണ് ഗായ്സ്. അപ്പോൾ ഒരു ഹോം ടൂർ ചെയ്യാമെന്ന് വിചാരിച്ചു. നല്ല മഴയുണ്ട്. ഇതൊരു മാവുണ്ട്, ഇവിടെ ഒരു ചെറിയൊരു മാവുണ്ട്, അതിൽ മാങ്ങയുണ്ട്. കണ്ടോ മാങ്ങ മാങ്ങ കണ്ടോ, മാങ്ങയുണ്ട്. ഇവിടുന്ന് ഉമ്മാടെ മുല്ലപ്പൂ ആണ് ഇവിടെ എല്ലായിടത്തും. നല്ല മഴയുണ്ട് ഇവിടെ. നിങ്ങളവിടെ മഴയുണ്ടോ ഗൈസ്? ഇതാണ് റോഡ്, ഞങ്ങളെ വീട്ടിൽ വരുന്ന റോഡ്. റോഡിൽ നിന്ന് നോക്കുമ്പം വീടാണിത്. ഉമ്മ അവിടെ ഇരിപ്പുണ്ട്. അപ്പം നമുക്ക് വീട്ടിലോട്ട് പോവാം. വാത്തു. മഴയാണ്, അതുകൊണ്ട് മണ്ണൊക്കെ തെറിച്ചിരിക്കും. നമുക്ക് അകത്തോട്ട് കയറാം ഗൈസ്. ഇതാണ് വീട്. ഇവിടെ എനിക്ക് പ്രസൻറ്റേഷൻ കിട്ടിയൊരു വാച്ചുണ്ട്. അതിൽ ഓടൂല, ഓടാത്തയല്ല, ബാറ്ററി ഇട്ടിട്ടില്ല. ഇവിടെ ടി വി വെച്ചേക്കാണ്. ഞങ്ങളെ കുഞ്ഞു ടി വിയാണ് ഗൈസ്, കണ്ടോ, കുഞ്ഞു ടി വി. പിന്നെ ഇതാണ് നമ്മളുടെ ഡോർ ഗൈസ്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മളെ സ്റ്റെയർ മുകളിലോട്ട് പോകാനുള്ളത്. അപ്പം ഇവിടെ മഴ ആയതുകൊണ്ട് ഇരുട്ട് ഭയങ്കര, അതുകൊണ്ട് ലൈറ്റ് ഇട്ടേക്കാണ്. പിന്നെ ഇവിടുന്ന് ഈ സ്ഥലത്ത് ഞങ്ങളെ ചപ്പൽസ് കളക്ഷനാണ് കേട്ടോ. എൻ്റെ ചെരുപ്പാണ് മൊത്തം ഗൈസ്. കിട്ടില്ല. ഇത് ഹോളിലെ കോമൺ ടോയ്ലറ്റ് ആണ്. അപ്പം ഈ വോയിസ് പറയുന്ന പാത്തുവാണ് കേട്ടോ, ഞാനല്ല. അപ്പം ഹാളിൻ്റെ ഫുൾ വ്യൂ ഇതാണ്. നമ്മുടെ ഡൈനിങ് ടേബിൾ ഇവിടെ ഉണ്ട് ഗായ്സ്. ഇതെനിക്കൊന്നും കിട്ടിയ ഗിഫ്റ്റെന്ന്, ഇതെനിക്കൊന്നും കിട്ടിയ ട്രോഫീസ് അല്ല, ഇത് പാത്തൂന് കിട്ടിയത് മാത്രമാണ് ഗായ്സ്. എനിക്ക് എൻ്റെ അതിനൊന്നും കിട്ടിയിട്ടില്ല ഗായ്സ്. പിന്നെ ഇതുണ്ടല്ലോ, ഇതെനിക്ക് എൻഗേജ്മെൻറ്റിലേക്ക് മിഠായി കൊണ്ട് തന്ന സാധനം. പിന്നെ അവിടെ ഒരു ക്ലോക്ക് ഉണ്ട്, അതിലും പ്രസൻറ്റേഷൻ കിട്ടിയതാണ്, അതിലും ബാറ്ററി ഇട്ടിട്ടില്ല. അപ്പം നമുക്ക് നേരെ റൂമിലോട്ട് പോകാം ഗായ്സ്. ഇതാണ് പാത്തൂൻ്റെ റൂം. അപ്പം ഇതാണ് ഗായ്സ് പാത്തൂൻ്റെ റൂം. ഇത് എൻ്റെതാണ് കേട്ടോ, ഇത് പാത്തൂൻ്റെത്. ഇപ്പം രണ്ടും അവളതായി ഞാൻ പോയതിന് ശേഷം. അപ്പം ഇതാണ്. അപ്പോൾ പാത്തൂൻ്റെ റൂമിൽ മാത്രമേ AC ഉള്ളൂ, ഞങ്ങളുടെ റൂമിലൊന്നുമില്ല. ഇത് ഞങ്ങൾ ഇട്ട ഡ്രസ്സുകൾ കഴുകാൻ വേണ്ടിയിരുന്ന സാധനം, നിസ്കാരക്കുപ്പായം. ഇത് ഉമ്മയുടെ മെഷീൻ, ഇത്രയേ ഉള്ളൂ. പിന്നെ ഇത് പാത്തൂൻ്റെ ഡ്രസ്സ്, ഞങ്ങൾ എല്ലാ ഡ്രസ്സും ഇതിൻ്റെ അകത്ത് കാണും. അപ്പം ഇത് വീട്ടിൽ ഇടുന്ന ഡ്രസ്സുകൾ മാത്രമാണ് കേട്ടോ എൻ്റെ അകത്തുള്ളത്. പിന്നെ ഇത് ഞങ്ങളുടെ മേക്കപ്പ് ചെയ്യുന്നതാണ് ഗൈസ്, മേക്കപ്പ് ചെയ്യുന്ന ഓരോ പ്രൊഡക്ട്സാണ്. പിന്നെ ഇത് ഉമ്മ പൂട്ടി വെച്ചേക്കാണ്, ഉമ്മ തുറന്ന് തരത്തില്ല ഞങ്ങൾക്ക്. പുതിയ ഡ്രസ്സ് മാത്രം ഇരിക്കുന്ന സ്ഥലമാണിത്. അപ്പം ഇത്രയേ ഉള്ളൂ ഈ റൂം. ഇത് പാത്തൂൻ്റെ റൂം. പിന്നെയെന്ന് പറയണത് ഈ റൂമാണ്. ഞങ്ങളുടെ ഈ റൂം എപ്പോഴും തുറന്നു കിട്ടാത്ത റൂമാണ് ഗൈസ്. എപ്പോഴും അലൗഡ് അല്ല ഈ റൂമിൽ കയറാൻ വേണ്ടിയിട്ട്. ഇത് ഞങ്ങളുടെ ഉമ്മയുടെ റൂമാണ്. ഇപ്പം കുറച്ച് സീനാണ്. സീൻ എന്ന് പറഞ്ഞാൽ ബെഡാ സീൻ, അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ റൂം തുറന്ന് കിട്ടൂല ഗൈസ്. ഈ റൂം മാത്രമാണ് അറ്റാച്ച് ബാത്റൂം ഉള്ളത്. അപ്പോൾ ഈ വോയിസ് പറയുന്നത് ഞാനല്ല, പാത്തു ആയിരുന്നു നേരത്തെ വോയിസ് പറഞ്ഞത്. അപ്പം ഇതാണ് ബാത്റൂം, കണ്ടോ ബാത്റൂം. അപ്പം ഞാനും ഉണ്ട് അവിടെ ഗൈസ്. അപ്പം ഇതാണ് ബാത്റൂം. ഇതാണ് 32 വർഷം എന്തോന്നായിട്ട പെട്ടിയാണിത്. ഗൾഫിൽ കൊണ്ടുപോകും തിരിച്ചുകൊണ്ടുവരും തിരിച്ചുവരും. കണ്ടോ, ഇപ്പം ഇവിടെ മായിനാണ് കിടക്കുന്നത്. ഭയങ്കര ചൂടല്ലേ, അതുകൊണ്ട് താഴെയാണ് അവൻ കിടക്കുന്നത്. അപ്പം ഇത്രയേ ഉള്ളൂ ഈ റൂം. ഇതെൻ്റെ വീഡിയോ എടുക്കുന്ന സ്റ്റാൻഡ്. അപ്പം ഇത്രയേ ഉള്ളൂ ഈ റൂം. അപ്പം ഇതിൻ്റെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇതാണ് ഒരു വ്യൂ. അപ്പം നമുക്ക് താഴെ 2 റൂമേ ഉള്ളൂ.
അപ്പം ഞാൻ പുറത്തോട്ട് സിറ്റോട്ട് കാണിച്ചില്ല ഗായ്സ്. അപ്പം നമുക്ക് സിറ്റോട്ട് കാണിക്കാം. അപ്പം മായും പുറത്തോട്ട് പോയി. അപ്പം സിറ്റോട്ടിൽ നിന്ന് നേരെ പോകുമ്പം കിച്ചണാണ് ഗായ്സ്. അപ്പം ഉമ്മായും ബാത്തും പാട്ടാണെന്ന് തോന്നുന്നു പാടുന്നത്. ബാത്തു അതെ, ഇതാണ് നമ്മളുടെ കിച്ചൺ. നമ്മളുടെ ഫ്രിഡ്ജ് ഇരിപ്പുണ്ട്, ഒരു ഗ്യാസ് കുറ്റി ഇരിപ്പുണ്ട്. നമ്മളുടെ കിച്ചൺ, നമ്മളുടെ ഗ്യാസ് അല്ല ഇതെന്തിരടി എൻ്റെ പേരെന്തുവാ? എൻ്റെ പേരെന്തുവാ അത്? അപ്പം ഇങ്ങനെയാണ് നമ്മളുടെ കിച്ചൺ നിൽക്കുന്നത്. കുഞ്ഞ് കിച്ചണാണ് കേട്ടോ ഇത്. നമ്മളുടെ ഇതെന്തോ വർക്ക് ഏരിയേ? ഇത് വർക്ക് ഏരിയയാണ് ഗൈസ്. എൻ്റെ പേരൊക്കെ ഞാൻ മറന്നുപോയി. ഇവിടെ ഒരു സ്പേസ് ഉണ്ട്. ഇവിടെ ചുമ്മാതെ ഇവിടെ ഇരിക്കും. നമ്മൾ നൈറ്റൊക്കെ വന്ന് ഇവിടെ ഇരിക്കും. ഇവിടെ കഴുകാനുള്ള തുണി വെച്ചേക്കാണ് ഗൈസ്. അപ്പം ഇതാണ് വീട്ടിൻ്റെ പുറം. ഇവിടെ ഒരു ബാത്റൂം, പിന്നെ ഒരു കിണറുണ്ട് അവിടെ, പിന്നെ അറ്റത്തൊരു ബാത്റൂം ഉണ്ടെന്നത്. ഇത് ഞങ്ങളുടെ കോഴിക്കൂടാണ് ഗൈസ്. ഇവിടെ ഭയങ്കര പോച്ചയാണ്, മഴയായതുകൊണ്ട് ഭയങ്കര പോച്ചയാണ് കേട്ടോ. ഇനി നമുക്ക് അപ്പൂസിൻ്റെ റൂം കാണാൻ വേണ്ടിയിട്ട് പോവാം ഗൈസ്. ഇത് എനിക്ക് പ്രസൻറ്റേഷൻ കിട്ടിയ ഫോട്ടോസാണ്. ഇതെനിക്ക് കൊളാബ് കിട്ടിയ 2 ഫോട്ടോസ്. ഇല്ല വെട്ടമില്ല. ഇത് ഞങ്ങളുടെ ഫോട്ടോസ് മാത്രമേ ഉള്ളൂ. ഇനി പാത്തുവിൻ്റെയും അതിൻ്റെയും ഫോട്ടോസൊക്കെ വെക്കണം ഇവിടെ. അവനെ ഫോട്ടോസ് വെക്കാനുണ്ട്. ഇവിടെ ഒരു ഫ്ലേവർ ഇരിപ്പുണ്ട്. ഇത് ഞങ്ങൾ ചെയ്തതാണ് ഗൈസ്. കുളമൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഒരു വ്യൂ ഇതാണ്. ഇപ്പം മഴയായതുകൊണ്ട് ഞങ്ങൾ തുണിയൊക്കെ എവിടെയൊക്കെ കേട്ടോ വിരിച്ചിടുന്നത്. അപ്പം അതൊന്നും നിങ്ങൾ നോക്കണ്ട കേട്ടോ. ഇപ്പം ട്രെയിൻ പോണ സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ നിങ്ങൾ. ഇതാണ് ഇവിടുത്തെ. ഇത് ഞങ്ങളുടെ കുഞ്ഞു ഹാളെന്ന് പറയാൻ പറ്റൂല. ഹാളിങ്ങനെ മേളത്തെ നിലയില്ല. ഇതാണ്. ഇതിങ്ങോട്ട് നോക്കുമ്പോൾ ഇങ്ങനെയാണ്. പിന്നെ ഞങ്ങൾ റൂമിലോട്ട് പോവാം. ഇതിങ്ങനെ ബാത്റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് എന്തോ വേസ്റ്റ് തുണിയൊക്കെ ഇടുന്ന ആ ഒരു ബക്കറ്റ് എപ്പോഴും അവിടെ ഉണ്ടാവില്ല. ഇത് എൻ്റെയും മനുഷ്യൻ്റെയും റൂമാണ്. പിന്നെ ഞങ്ങളെ പൂമാല അതുപോലെ കിടപ്പുണ്ട്. ഇപ്പം 6-7 മാസം എന്തോ ആയി കല്യാണം കഴിഞ്ഞിട്ട്. അതുപോലെ കിടപ്പുണ്ട്. അപ്പം ഇതാണ് ആ റൂം. വെട്ടം എൻ്റെ ലൈറ്റൊക്കെ അടിച്ചു പോയാ. അപ്പം ഇതാണ് ഞങ്ങളുടെ റൂം. ഞങ്ങളെ ഫ്രെയിം ഇത് മറ്റേ നേരെ ഇങ്ങനെ വെക്കുമ്പോൾ അത് വളഞ്ഞു പോയി, അതുകൊണ്ട് ഇങ്ങനെ എടുത്തിട്ടേക്കാണ്. ഞങ്ങളുടെ ഫോട്ടോ. അപ്പം ഞങ്ങളില്ലാത്തതുകൊണ്ട് ഇവിടെ ചിലപ്പോൾ മായും കിടക്കും, ഇല്ലെങ്കിൽ അവൻ താഴെ കിടക്കും, എവിടെയെങ്കിലും അവൻ കിടക്കും. അതാണ് ഞങ്ങളുടെ റൂം. അപ്പം ഇവിടെ ഒന്നും കാണിക്കാനില്ല. ഞാൻ എന്നും ഇവിടെ അല്ലല്ലോ, അതുകൊണ്ട് ഇവിടെ ഒന്നുമില്ല കാണിക്കാൻ. അപ്പം നിങ്ങൾ ചോദിക്കും മായിൻ്റെ റൂമില്ലേ? മായിൻ്റെ റൂമുണ്ട്. അപ്പോൾ ഉമ്മായും മിത്തായും താഴെ കിടന്ന് അലയ്ക്കുവാണ്. അപ്പോൾ ഇതാണ് മായിൻ്റെ റൂം. ഇവിടെ ബെഡൊന്നും ഇല്ല. അപ്പോൾ അവൻ്റെ മാരേജൊക്കെ ആകുമ്പോൾ ബെഡൊക്കെ മേടിക്കാം. അപ്പോൾ ബെഡില്ല, അവിടെ ലൈറ്റ് അടിച്ചു പോയി. അപ്പോൾ ഇതാണ് അവൻ്റെ റൂം. അവൻ ഡ്രസ്സ് ഇടാനോ അങ്ങനെയുള്ള മാത്രമേ ഇവിടെ വരുത്തുള്ളൂ. പിന്നെ അവന് രാവിലെയൊക്കെ ടൈം പോകാൻ വേണ്ടി ഇവിടെ നിൽക്കും. ഇത് അവൻ്റെ ഡ്രസ്സാണ്. അവനും പൂട്ടിയിട്ടേക്കാണെന്ന് തോന്നുന്നു. പൂട്ടി വെച്ചേക്കാനാണ്. അപ്പോൾ ഇതാണ് അവൻ്റെ റൂം. എൻ്റെ കോലം കണ്ടോ വീട്ടിൽ നിൽക്കുന്ന? ഇത്രയേ ഉള്ളൂ ആ റൂം. അപ്പോൾ ഇവിടെയും ഒന്നും കാണിക്കാനില്ല. അതിൻ്റെ റൂമിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പുറത്തോട്ട് പോകാനുള്ളതാണ്. അപ്പം എവിടെയൊക്കെ തുണി വിരിക്കും. ഇവിടെയൊക്കെ മഴയൊക്കെ ആയതുകൊണ്ട് വൃത്തിയിലാടൊക്കെയാണ്. ഇതാണ് ഞങ്ങളുടെ പുറത്തെ ഭാഗം. ഇതാണ് ഗൈസ്. ഇത് ഞങ്ങളെ വസ്തുവായിരുന്നു, അത് ഞങ്ങൾ വിറ്റ് കേട്ടോ. കായൽ കാണുന്നുണ്ടോ? കായലാണ് കേട്ടോ ഇത്. നമ്മുടെ ടെറസിൻ്റെ മുകളിൽ ഇവിടെയൊക്കെ വീടുണ്ട് കേട്ടോ. അപ്പുറപ്പുറമൊക്കെ വീടുണ്ട്. പക്ഷേ ഭയങ്കര പച്ചപ്പല്ലേ. ഇതാണ് ഞങ്ങളുടെ പുറത്തെ ഭാഗം, വീട്ടിൻ്റെ പുറത്തെ ഭാഗം. ടാങ്ക്. നമുക്ക് താഴോട്ട് പോവാം. ഇനി സിറ്റൗട്ട് കാണാം.
അപ്പോൾ ഇതാണ് സിറ്റൗട്ട് ഗൈസ്, ഇതാണ് സിറ്റൗട്ട്. ഞങ്ങൾ മുകളിലൊന്നും അങ്ങനെ കയറാറില്ല, സിറ്റൗട്ടിലൊന്നും ഇറങ്ങാറില്ല. അത്രയുള്ള വൃത്തിയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് താഴോട്ട് പോയാലോ? ഞാൻ പൂട്ടിട്ടില്ലെങ്കിൽ ഉമ്മേനെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.